ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിബീസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആറുപട വീടുകളിലൊന്നായ തിരുച്ചെന്തൂർ അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ്. ഞാനും പ്രകാശേട്ടനും കൂടി ബൈക്കിലാണ് കോയമ്പത്തൂരിൽ നിന്ന് തിരുച്ചെന്തൂരിലേക്ക്. ഏകദേശം 8 to 9 മണിക്കൂർ യാത്രയുണ്ട്. ശ്രീരാമനെ അമ്മയടുത്താക്കിയിട്ട് ഞാനും പ്രകാശേട്ടനും ബൈക്കിൽ പോവുകയാണ് കേട്ടോ. പെട്ടെന്ന് ഭഗവാൻ മുരുകനെ കാണണമെന്ന് തോന്നി, നന്ദി പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് പോകുന്നു എന്നുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട്, കാരണം തിരുച്ചെന്തൂരിലേക്ക് എങ്ങനെ പോവാം, അവിടുത്തെ വഴിപാട് രീതികൾ എന്താണ്, പ്രത്യേകിച്ച് ഏറ്റവും കഠിനമായിട്ടുള്ള മടിപ്പിച്ചെടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള വഴിപാട് രീതികളും എങ്ങനെയാണ് അവിടെ പോയി നേരേണ്ടത്, ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അമ്പലത്തിൽ പോയിട്ട് ചെയ്യേണ്ടെന്ന മറ്റ് കാര്യങ്ങൾ, അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ള ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന കമൻറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇതിൽ കൂടെ നമുക്ക് മറുപടി പറയാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് രാവിലെ ഒരു 3:30 നമ്മൾ ഇറങ്ങി കേട്ടോ. വെയിലാകുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 11:30 ആകുമ്പോഴേക്കും തിരുച്ചെന്തൂരിലെത്തി. 3-3:30 ഇറങ്ങിയുണ്ട്. അപ്പോൾ അത്രയും നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 8 to 9 മണിക്കൂർ ഏകദേശം അത്രത്തോളം ദൂരമുണ്ട്. നമുക്ക് നിർത്തിയാലേ പോകാൻ പറ്റുള്ളൂ, ബൈക്ക് ആയതുകൊണ്ട്. അപ്പോൾ തിരുച്ചെന്തൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൂത്തുക്കുടി, തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലായിട്ടാണ് ഈ തിരുച്ചെന്തൂർ ഉള്ളത്, അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 4 to 5 hours ഉള്ളൂ തിരുച്ചെന്തൂരിലേക്ക്. ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണെന്ന് മാത്രമല്ല, വിശ്വസിച്ച് വരുന്ന ഭക്തരെ ആ ഭഗവാൻ ഒരിക്കലും കൈവിട്ടിട്ടില്ല. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എങ്ങനെ നമുക്ക് ഈ തിരുച്ചെന്തൂരിലേക്ക് എത്തിപ്പെടാം എന്നുള്ളത് നോക്കാം. ഞാനത് ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നിരുന്നാലും നമ്മളിപ്പോൾ കേരളത്തിൻ്റെ നിങ്ങൾ നോർത്തേൺ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ കോയമ്പത്തൂരിൽ നിന്ന് ഇഷ്ടം പോലെ ഗോയിബിബോ ബസ്സുകളുണ്ട്. അപ്പോൾ ഗോയിബിബോയിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറി മാറി കയറാൻ പ്രയാസമായിരിക്കും. ആദ്യമായിട്ട് പോകുന്നവർ നമുക്കൊരു 400-500 രൂപ മുതൽ സീറ്റുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് സീറ്ററോ സ്ലീപ്പറോ സെമി സ്ലീപ്പറോ ഗോയിബിബോ അല്ലെങ്കിൽ റെഡ് ബസ് വഴി നമുക്ക് ഒത്തിരി ബസ്സുകൾ രാത്രിയും പകലുമായിട്ട് തിരുച്ചെന്തൂരിലേക്ക് എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. അതായത് കേരളത്തിൻ്റെ നോർത്തേൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് എന്നീ ഭാഗങ്ങളിലുള്ളവർക്ക് കോയമ്പത്തൂർ ആദ്യം വന്ന് കോയമ്പത്തൂരിൽ നിന്ന് പോകുന്നതാണ് എളുപ്പം. ഇത് ഞാൻ ബസ്സിൽ നമ്മൾ പോകുന്ന വഴിയാണ് പറഞ്ഞത്. ഇനി ട്രെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിൻ ചെക്ക് ചെയ്യാം. അതല്ല നിങ്ങളുടെ ഓൺ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും മാപ്പ് ഇട്ടിട്ട് ഡയറക്റ്റ് തിരുച്ചെന്തൂരിലേക്ക് വന്നാൽ മതി. കുറച്ച് ഏർലിയർ ആയിട്ട് നിങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിൽ തുടങ്ങുന്നതിന് മുമ്പ് അത്രയ്ക്കങ്ങ് വെയിൽ കൊള്ളാതെ രക്ഷപ്പെടാൻ പറ്റും. കാരണം അത് കടൽ പ്രദേശമായതുകൊണ്ട് തന്നെ പോകെ തിരുച്ചെന്തൂർ അടുത്ത് എത്തുമ്പോഴേക്കും നല്ല രീതിയിൽ ചൂട്, പ്രത്യേകിച്ച് സമ്മർ ആയതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഏർലിയർ ആയിട്ട് തന്നെ ഇറങ്ങുക. അല്ലെങ്കിൽ രാത്രി ബസ്സിൽ പോയി കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് രാവിലെ തിരുച്ചെന്തൂരിൽ റീച്ച് ആവാൻ പറ്റും. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ബസ്സിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ, രാത്രിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ തിരുച്ചെന്തൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓട്ടോറിക്ഷകൾ നമുക്ക് ഏർലി മോർണിംഗ് ഒരു 3-4 o'clock മുതൽ തന്നെ ഇഷ്ടം പോലെ ഓട്ടോസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. വഴിയിൽ ഒരു ചായക്കട കണ്ടപ്പോൾ ചായ കുടിക്കാൻ കയറിയതാണ്. നമ്മൾ നിർത്തിയിട്ടാണ് കേട്ടോ. ഓരോ 1.5 hours ഒരു 5 minutes റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പോയത്. അല്ലെങ്കിൽ നടക്കൂല, ഭയങ്കരമായിട്ട് ടയർഡായി പോകുമായിരുന്നു. ആനന്ദ ഗ്രാൻഡ് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിനോട് വളരെ അടുത്ത ഹോട്ടലാണ് അർച്ചന ലോഡ്ജ് അല്ലെങ്കിൽ ആനന്ദ ഗ്രാൻഡ്, ശിവമുരുകൻ. ഇതൊക്കെയാണ് സ്ഥിരം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. ആനന്ദ ഗ്രാൻഡ് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എപ്പോഴും അർച്ചന ലോഡ്ജ് അല്ലെങ്കിൽ ശിവമുരുകൻ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഐഡിയലുണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മൾ സ്ഥിരം സ്റ്റേ ചെയ്യാറുള്ള റൂംസ് എന്ന് പറയുന്നത്. ഇത് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഹോട്ടലാണ്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന റൂമല്ല കേട്ടോ എടുത്തത്. എനിക്ക് പ്രകാശേട്ടന് മിനി റൂം മതിയായിരുന്നു. ഒറ്റ ദിവസത്തെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മിനി റൂമാണ് എടുത്തത്. 1500 രൂപയാണ് മിനി റൂമിൻ്റെ വാടക വരുന്നത്. ഇത് സൂട്ട് റൂമാണ്. ഇപ്പോൾ ഒരു 4-5 പേരൊക്കെ കൂടിയിട്ടാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടിയിട്ട് ഈ റൂം മതിയാവും. ഇതിൻ്റെ റെൻറ്റ് വരുന്നത് 4500 രൂപയാണ്, ഇൻക്ലൂഡിങ് ടാക്സ് ആൻഡ് ഓൾ. അപ്പോൾ ഇവരുടെ പ്രത്യേകത, ഇവിടെയുള്ള സ്ഥിരം എല്ലാ ഹോട്ടൽസും ബാത്റൂം ആണെങ്കിലും റൂംസ് ആണെങ്കിലും വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും.
അതിലൊരു മാറ്റമില്ല, ഒരു വൃത്തിയില്ലാതെയോ അങ്ങനെ എന്താ പറയുക എന്തെങ്കിലും കംപ്ലൈൻറ്റോ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. റൂമൊക്കെ ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു. ഈവൻ ഞങ്ങളെടുത്ത മിനി റൂം പോലും വളരെ സ്പേഷ്യസ് ആയിരുന്നു, ഡബിൾ കോട്ടായിരുന്നു. അത്യാവശ്യം വേണ്ടുന്ന AC തുടങ്ങിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ. ഈ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് മുഴുവനായിട്ടും ഒരുപാട് ഇഷ്ടംപോലെ ഹോട്ടൽസ് റൂമുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അമ്പലത്തിനോട് വളരെ അടുത്ത് ഇപ്പോൾ ഒന്ന് നാഴിക്കിണറിൽ പോയി കുളിച്ച് വരണം, അല്ലെങ്കിൽ കടലിലൊന്ന് മുങ്ങി കുളിച്ച് വരണം, ഒന്നെങ്കിൽ വൈകിട്ട് അമ്പലത്തിൽ പോയി ഒന്ന് ഇരുന്ന് വരണം എന്നുണ്ടെങ്കിലും പെട്ടെന്ന് റൂമിലേക്ക് എത്താനോ വസ്ത്രം മാറാനോ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വളരെ അടുത്ത് തന്നെ എപ്പോഴും നമ്മൾ റൂംസ് പ്രിഫർ ചെയ്യുന്നത്. ഇനി വളരെ ലോ ബഡ്ജറ്റിൽ 100 രൂപയ്ക്ക് നമുക്ക് ഇതുപോലൊരു ഹാള് കിട്ടും. ഈ ഹാളിൽ നമുക്ക് വിശ്രമിക്കാം. അവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് പോകാൻ പറ്റുമെന്ന് അറിയണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ ഉള്ളിൽ പോയില്ല. ഇതുപോലുള്ള മണ്ഡപങ്ങൾ 100 രൂപയുടെ മണ്ഡപങ്ങളും ക്ഷേത്രത്തിന് ചുറ്റിലും ഒരുപാടുണ്ട്. ഇത് ഞാൻ അർച്ചന ലോഡ്ജിനോട് ചേർന്ന് ഒരു മണ്ഡപമാണ് നിങ്ങൾക്ക് കാണിച്ചത്. മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അർച്ചന എന്ന് എടുത്ത് പറയാൻ കാരണം. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു ലാൻഡ് മാർക്ക് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇത്തരം മണ്ഡപങ്ങൾ 100 രൂപ മണ്ഡപങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്ന് കിടന്നുറങ്ങി റെസ്റ്റ് എടുക്കാനും അതേപോലെ തന്നെ ലോക്കർ തരും. അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളും വയ്ക്കാം, ബാത്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ 100 രൂപ മുതൽ നമുക്കവിടെ സ്റ്റേ പ്രശ്നമല്ല. നമുക്ക് മണ്ഡപങ്ങളും എടുക്കാം, റൂമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അർച്ചന ലോഡ്ജ് വഴി നമ്മൾ നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു വിഘ്നേശ്വരൻ്റെ അമ്പലമാണ്. നമുക്ക് റൈറ്റ് എടുത്താൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. 1 മിനിറ്റ് പോലും വേണ്ട, ഒരു 100 മീറ്റർ നടന്നാൽ മതി. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് നേരെ നടന്നു കഴിഞ്ഞാൽ തിരുച്ചെന്തൂർ ക്ഷേത്രവും. എന്നിട്ട് നമ്മൾ ഈ വിഘ്നേശ്വരൻ്റെ അമ്പലത്തിൽ ചെയ്യണമെന്ന കാര്യം ആദ്യം ദൃഷ്ടി കഴിക്കുകയാണ്. തൊട്ടടുത്ത് കാണുന്ന ഇഷ്ടം പോലെ കടകളുണ്ട്, അവിടെ നമുക്ക് തേങ്ങ വാങ്ങിക്കാം. തേങ്ങ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ തേങ്ങ ദൃഷ്ടി കഴിക്കുന്ന പോലെ ഈ തേങ്ങ ഉടയ്ക്കുക, അതിനുള്ള സ്ഥലമാണ് അത്. ആദ്യം വിഘ്നേശ്വരനെ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ മുരുകനെ കാണാൻ പോകാൻ പാടുള്ളൂ. ആദ്യം തന്നെ കയറിപ്പോയി അങ്ങ് മുരുകനെ കാണരുത്. ആദ്യം നമ്മൾ വിഘ്നേശ്വരനെ പോയി കണ്ട് ദൃഷ്ടിയൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നെയ്ദീപം സെറ്റ് വാങ്ങിക്കാൻ കിട്ടും. അകൽ വിളക്കിൽ നെയ്യൊക്കെ ഒഴിച്ച് സെറ്റായിട്ട് നെയ്ദീപം വാങ്ങിക്കാൻ കിട്ടും. ആ കടകളിൽ നിന്ന് തന്നെ നമ്മൾ വിഘ്നേശ്വരൻ്റെ അമ്പലത്തിൽ നെയ്ദീപം തെളിയിച്ച് വയ്ക്കാം. അതേപോലെ തന്നെ പഴം വാങ്ങി, അവിടെ ഇഷ്ടംപോലെ പശുക്കളുണ്ട്. പശു എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അംശമാണ്. അപ്പോൾ പഴം വാങ്ങി പശുവിനെ കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അത് നിങ്ങൾ താല്പര്യം പോലെ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ വിഘ്നേശ്വരനെ തൊഴുത് ദൃഷ്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൃഷ്ടി കഴിച്ച് നെയ്ദീപം വയ്ക്കുന്നത് നല്ലതാണ്. നെയ്ദീപം വച്ചതിന് ശേഷം നിങ്ങൾ മുരുകൻ്റെ ക്ഷേത്രത്തിലേക്ക് പിന്നെ കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യം കാണിച്ച പോലെ ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ സംശയം ഉണ്ടെങ്കിൽ അടുത്ത കടകളിലോ ആളുകളോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. കടലിനോട് ചേർന്ന് നമ്മുടെ തിരുച്ചെന്തൂർ മുരുകൻ. ഇതാണ് 100 രൂപ വഴിയാണ്, നിങ്ങൾ ലൈനാണ് കേട്ടോ കാണുന്നത്. ഇത് 100 രൂപ ക്യൂ തന്നെ, വലിയ ക്യൂ ആയിരുന്നു. ഇതല്ലാതെ പൊതുവഴി ക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യൂ ഉണ്ട്. അത് ഇതിനേക്കാൾ കൂടുതൽ ഒരു 3-4 മടങ്ങ് കൂടുതൽ ആളുകളാണ് അവിടെ ക്യൂ നിൽക്കുക. ഇപ്പോൾ ഒക്കെ തിരുച്ചെന്തൂർ മുരുകനെ കാണണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 40 മിനിറ്റ് മുതൽ 3 മണിക്കൂർ 4 മണിക്കൂർ വരെയാണ് നമ്മൾ ഭഗവാൻ കാണാൻ വേണ്ടി ഭക്തജനങ്ങൾ ക്യൂ നിൽക്കുന്നത്. അത്രമാത്രം ജനപ്രവാഹമാണ് ഓരോ ദിവസവും തിരുച്ചെന്തൂരിലേക്ക് വരുന്നത്. നാഴിക്കിണറിൽ കുളിക്കുക, തിരുച്ചെന്തൂർ കടലിലൊന്ന് മുങ്ങിക്കുളിക്കുക, അല്ലെങ്കിൽ മുങ്ങിക്കുളിക്കാൻ പേടിയുള്ളവർ കൈയും കാലും നനച്ച് തലയിൽ 3 തവണ വെള്ളം തെളിച്ചിട്ട് നാഴിക്കിണറിൽ കുളിക്കുക, വസ്ത്രം മാറുക. അടുത്ത് തന്നെ ഇഷ്ടം പോലെ വസ്ത്രം മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് പോയിട്ട് മുരുകനെ കാണാം. ഇനി മടിപ്പിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ
ആ പോകുന്ന പരിസരത്തിന്, അമ്പലത്തിൻ്റെ പരിസരത്ത് എവിടെ വേണമെങ്കിലും മടിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മളുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ദുരിതങ്ങൾ മാറാൻ, ഒരിക്കലും ഇനി നടക്കില്ല എന്ന് വിധി എഴുതിയ കാര്യങ്ങൾ പോലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമ്മളത് പ്രാർത്ഥിച്ച് ഭഗവാൻ മുരുകന് വേണ്ടി നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ മടിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം നടക്കും എന്നുള്ളത് വലിയൊരു വിശ്വാസമാണ്. ഒരുപാട് പേർക്ക് അത് അനുഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് മടിപ്പിച്ചെടുക്കുന്നത്, സ്ത്രീകളായാലും പുരുഷന്മാരായാലും എങ്ങനെയാണ് മടിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളതൊരു ഷോർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം, നിങ്ങൾ കണ്ടോളൂ. ആ പരിസരത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് മടിപ്പിച്ചെടുക്കാം കേട്ടോ. അതേപോലെ നിങ്ങൾ മടിപ്പിച്ചെടുക്കുക. എടുത്ത തുക നമുക്ക് ഭഗവാന്റെ ആ ഭണ്ഡാരത്തിലില്ലേ, ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ തന്നെ നിക്ഷേപിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു ഐഡിയ തിരുച്ചെന്തൂർ ക്ഷേത്രത്തെക്കുറിച്ചും ചുറ്റുപാടത്തെ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ദർശനമെല്ലാം കഴിഞ്ഞതിന് ശേഷം, മുരുകനെയൊക്കെ കണ്ടതിന് ശേഷം അവിടെ ഒരു മൂവർ സമാധിയുണ്ട് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന്. തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് മൂവർ സമാധിയുണ്ട്. അവിടെ പോയി വരികയാണെങ്കിൽ വളരെ വളരെ നല്ലത്. അവിടെയും കൂടി പോയി വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതോടെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മടിപ്പിച്ച് എങ്ങനെയാണ് നേരേണ്ടത്, അതിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് പലരുടെയും സംശയമാണ്. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കാനില്ല. ഇപ്പോൾ നമുക്ക് ഒരു മാനസികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ വളരെ ബുദ്ധിമുട്ടാണ്, അതിൽ നിന്നും കയറാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്ന കാര്യം നടത്തി തന്നു കഴിഞ്ഞാൽ ഞാനിത് ചെയ്തേക്കാം എന്നുള്ളൊരു മാനസികമായിട്ടുള്ള നേർച്ചയാണ്. അതിൽ വേറെ ഒന്നും തന്നെ നമുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടോ ഇല്ല. അത് ഭഗവാൻ തിരുച്ചെന്തൂർ മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ പഴനിയിലേക്ക് പോകുന്നവരാണ്, പഴനിയിൽ മടിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പഴനിയിലൊക്കെ ഇത് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. തിരുച്ചെന്തൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴനിക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഏത് ക്ഷേത്രത്തിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു മാസം മുമ്പ് ഫാസ്റ്റിംഗ് ഇരിക്കുന്നത് വളരെ നന്നു. നോൺ വെജൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നോൺ വെജൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു മാസം ഫാസ്റ്റിംഗ് ഇരിക്കുന്നത് വളരെ നല്ലതാണ്. കുറഞ്ഞത് 6 ദിവസങ്ങളെങ്കിലും ഭഗവാൻ മുരുകനെ കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുക. അതായത് നോൺ വെജ് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സാധിക്കുമെങ്കിൽ വേൽമാറിൽ കന്തസഷ്ടി കവചമൊക്കെ വായിക്കാം. അമ്പലത്തിൽ പോയി ഇരുന്ന് അവിടെ ഇരുന്ന് ക്ഷേത്രത്തിൽ ഇരുന്ന് വേൽമാറിൽ അല്ലെങ്കിൽ കന്തസഷ്ടി കവചം വായിക്കുന്നതൊക്കെ ഒരുപാട് നല്ല ഗുണം തരും. ഇത്തവണ പ്രകാശേട്ടൻ മടിപ്പിച്ചെടുത്തിരുന്നു, ഞാനൊരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഒന്നുകൂടെ പിൻ ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മടിപ്പിച്ചെടുക്കുക എന്നുള്ളത് ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. എവിടെ നിന്നാണ് എടുക്കുക എന്നുള്ളത് ഞാൻ ഒരുപാട് കേൾക്കുന്ന ക്വസ്റ്റ്യനാണ്. ക്ഷേത്രത്തിലെ പരിസരത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അത് ആ വീഡിയോയിൽ തന്നെ പല സ്ഥലങ്ങളിലായി സ്ത്രീകളും പുരുഷന്മാരും എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിനകത്ത് പരിസരത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം. വൺസ് നമ്മൾ അമ്പലത്തിൽ പോയാൽ തന്നെ ചുറ്റിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് പേര് മടിപ്പിച്ചെടുക്കുന്നത്. ചിലർ അവരുടെ ആഗ്രഹങ്ങൾ നടന്നതിന് ശേഷം ചിലർ അവർ ആഗ്രഹിക്കുന്ന കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി മടിപ്പിച്ച് നേരുന്നവരുണ്ട്. അവിടെ ചെന്ന് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ മുടി മൊട്ടയടിക്കുക, പൂമുടി കൊടുക്കുക, അതൊക്കെ നല്ല രീതിയിൽ അവിടെ നമ്മൾ ചെയ്തു വരുന്ന വഴിപാട് രീതികളാണ്. പൂമുടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ അറ്റം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയും. സാധാരണ നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2 മുട്ടയായിട്ട് കൊടുക്കാറില്ല. അപ്പോൾ സ്ത്രീകൾ ആരെങ്കിലും ഒരാൾ പൂമുടി ചേർത്ത് കൊടുക്കുക, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പൂമുടി കൊടുക്കുന്നതും നല്ലതാണ്. മുട്ടയടിക്കുന്നതൊക്കെ നമ്മുടെ കർമ്മവിനകൾ ദോഷങ്ങളൊക്കെ മാറുന്നതിനും വളരെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ബ്രാസ് ഐറ്റംസ്, പൂജ ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ www.webislalwal.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 9656000642 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം ശരവണ ഭവ. എല്ലാ പുകഴും മുരുകനക്കേ.